വന്ദേ ഗുരുപരമ്പര. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ താം ദിഹി ദിഹി തൈ അടവിൻ്റെ ഒന്നാമത്തെ അടവ്, അതായത് ചതുരസ്രജാതി അടവുകളിലെ ഒന്നാമത്തെ അടവാണ് പഠിച്ചത്. ഇനി തുടർ പഠനത്തിനായി നമുക്ക് നമ്മുടെ കൂടെയുള്ളത് ആർച്ചക്കുട്ടിയും വർഷക്കുട്ടിയും ദേവികക്കുട്ടിയുമാണ്. ചതുരസ്രജാതി അടവിലെ ദിഹി ദിഹി സെറ്റ് അടവിലെ രണ്ടാമത്തെ അടവ്. ഇത്തിരി ശ്രദ്ധ വേണ്ടുന്ന അടവാണ്. കൈകളുടെ പ്രയോഗത്തിലും കാലിൻ്റെ പ്രയോഗത്തിലും കുറച്ച് ശ്രദ്ധ അധികം കൊടുക്കേണ്ട അടവാണ്. എല്ലാ അടവിനും ശ്രദ്ധ വേണം. എന്നിരുന്നാലും ഈ അടവ് കുറേ കൂടി ശ്രദ്ധയോട് പഠിച്ചാലേ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കൂ. അതിനു മുമ്പ് നമുക്ക് ഒരു ശ്ലോകം കൂടി പരിചയപ്പെടാം. നമ്മൾ ഭൂമിദേവിയെ സാധാരണ നമ്മൾ നടക്കുന്ന സമയത്ത് വളരെ മൃദുവായിട്ടാണ് പാദങ്ങൾ വയ്ക്കുന്നത്. പക്ഷേ നൃത്തം ചെയ്യുന്ന സമയത്ത് നമ്മൾ അമർത്തി ചവിട്ടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കാലുകളുടെ മർദ്ദനം ഭൂമിദേവിക്ക് അലോസരമുണ്ടാക്കരുതേ, ഞങ്ങളിൽ കോപമുണ്ടാക്കരുതേ, ഞങ്ങളിൽ കാരുണ്യം ചൊരിഞ്ഞ് ഞങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ഊർജം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥന ചെയ്യുന്ന ഒരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: സമുദ്രവസനേ ദേവി പർവതസ്ഥനമണ്ഡലേ നാട്യം കരിഷ്യേ ഭൂദേവി പാദഘാതം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് ഭൂമിദേവിയുടെ അനുഗ്രഹം വാങ്ങിയതിന് ശേഷം വേണം നാട്യമായാലും നൃത്തമായാലും നൃത്യമായാലും അവതരിപ്പിക്കാൻ. അപ്പോൾ നമുക്ക് ഭൂമിദേവിയുടെ അനുഗ്രഹം വാങ്ങാം, അതിനുശേഷം നമസ്കരിക്കാം. എല്ലാവരും പറയൂ. സമുദ്രവസനേ ദേവി പർവതസ്ഥനമണ്ഡലേ നാട്യം കരിഷ്യേ ഭൂദേവി പാദഘാതം ക്ഷമസ്വമേ. തക്കദിന തം തക്കദിന തം തക്കദിന തത്തൈ ദണ്ണത്തദ്ദിന്ദ തദ്ദിം ദണ്ണാദിന്ദ തത്തൈ ദണ്ണത്തദ്ദിന്ദ തക്കദിന താം തക്കദിന താം തക്കദിന താം. രണ്ടാമത്തെ അടവിൻ്റെ ചൊല്ലും താം ദിഹി ദിഹി തൈ തത്തൈ ഹിത്തത്തൈ എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രയോഗം എങ്ങനെയാണ്? രണ്ട് കാലുകളും കുഞ്ചിതപാദമാക്കണം. രണ്ട് കാലുകളും കുഞ്ചിതമാക്കൂ. കാലിങ്ങനെ അഗ്രഭാഗം മാത്രം നിലത്ത് കുത്തി നിർത്തി ഉപ്പുറ്റി പൂർണ്ണമായും ഉയർത്തണം സാധാരണ നിലയിലേക്ക്. അതായത് കുഞ്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് പൂർണ്ണമായും ഉപ്പുറ്റി നിവർന്ന് നിൽക്കണം. ഇങ്ങനെ തറയിൽ അമർത്തി തട്ടുന്നതിന് സമപാദം എന്നാണ് പറയുക. സാധാരണ ആളുകൾ ചെയ്യുമ്പോൾ ഈ സമപാദത്തിനും ഈ കുഞ്ചിതത്തിനും ഇടയിലാണ് കാലിൻ്റെ പൊസിഷൻ വരാറുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ചിതമാകണമെങ്കിൽ എങ്ങനെ വേണം? നമ്മുടെ ഉപ്പുറ്റി പൂർണ്ണമായും ഉയർന്നു നിൽക്കണം. നോക്കട്ടെ, രണ്ട് കാലും കുഞ്ചിതം കാണട്ടെ. ആർച്ചയുടെ കുഞ്ചിതം, ആർച്ചയുടെ കുഞ്ചിതം നന്നായിട്ടുണ്ട്. നോക്കട്ടെ, ഓക്കെ. അത് കുറച്ചുകൂടി ചേർത്ത് വെച്ചോളൂ. അപ്പോൾ കൂടുതൽ ഭംഗിയിൽ, അതായത് ചാടുന്ന സമയത്ത് പാദങ്ങൾ കുറച്ചുകൂടി ചേർത്ത് വെച്ചാൽ കൂടുതൽ ഭംഗിയാവും എന്ന് എന്നോട് പറഞ്ഞു തന്നത് ദേവികക്കുട്ടിയാണ്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു തരുന്നതായാലും അതിൽ കാര്യമുണ്ട് എങ്കിൽ നമ്മൾ സ്വീകരിക്കണം. അത് പിള്ളയായാലും തള്ളയായാലും വാക്കിൽ കാര്യമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാനായിട്ട്, അത് സ്വീകരിക്കാനായിട്ട് മടി കാണിക്കേണ്ട കാര്യമില്ല. പിള്ളയാണെങ്കിലും തള്ളയാണെങ്കിലും പറയുന്നതിൽ കാര്യമുണ്ടെങ്കിൽ അത് കണ്ണന് സ്വീകാര്യമാണ്. നോക്കട്ടെ, 2 തവണ താം ദിഹി ദിഹി, അതായത് കാണിക്കൂ. 2 തവണ കുഞ്ചിതപാദത്തിൽ ചാടുക. 1 2. ഇതാണ് ആദ്യ ഭാഗം. 4 പ്രയോഗങ്ങളാണുള്ളത്. അത് 2 ഭാഗങ്ങളാണ്. ആദ്യത്തെ ഭാഗത്ത് 2 തവണ
രണ്ട് കാലും കുഞ്ചിതമാക്കി ചാടുക. ചെയ്യൂ. ഒന്നുകൂടിയും. 1 2. അടുത്തത് വലതുകാല് സമപാദത്തിലേക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഉത്ഗഡിതം ചെയ്ത് ഇടതുകാല് നീട്ടി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ചെയ്യൂ. അപ്പോൾ കുഞ്ചിതപാദത്തിൽ 2 തവണ കുതിച്ച് നമ്മുടെ ഇടതുകാല് നീട്ടി വയ്ക്കുക. ചെയ്യൂ. 1 2 3. ഇനി നമ്മുടെ വലതുകാല് മുട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരരുത്. പരമാവധി അരമണ്ഡലത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കണം. 4 എങ്ങനെയാണ്? നമ്മുടെ വലതുകാലെടുത്ത് അങ്ങനെ ഈ മുട്ട് പരമാവധി ഒതുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് നാട്ടി വെച്ചു, പിന്നീട് ഇടതുകാല് അരമണ്ഡല നിലയിലാക്കി വലതുകാല് അതിനെ മീതെ പൊക്കി വെച്ചു. ഏകപാദം അല്ലെങ്കിൽ എന്താ പറയുക, മനോഹരമായ നില നമ്മൾ സ്വീകരിക്കുകയാണ്. ഇത് തന്നെ ഇടതുഭാഗത്തേക്കും. അപ്പോൾ ഇങ്ങനെയാണ് 1 2 വലതുഭാഗത്തേക്ക് 3 4. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൈയിൻ്റെ പ്രയോഗം കൂടി വരുമ്പോഴാണ് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് വരിക. കാല് വളരെ എളുപ്പമാണ്. പാദപ്രയോഗം ഒന്നുകൂടി കാണിക്കൂ. ഒരു 4 തവണ അടുപ്പിച്ച് കാണിക്കൂ കേട്ടോ. തക്ക ദിക്കിജൊന്ന് തക്കത്ത ദിക്കട്ടത്തും താം ദിഹി ദിഹി തേയ് തത്തേയ് ഹിത്ത തേയ്. കുഞ്ചിതപാദം ശ്രദ്ധിക്കൂ. 1 2 3 4. 1 2 3 4. ഇനി അതിൻ്റെ കൈപ്രയോഗം ശ്രദ്ധിക്കാം. നിൻ്റെ മാല എന്തെങ്കിലും മലർന്ന് കിടക്കണം. ഇപ്പോഴും കമന്ന് കിടക്കാൻ പറ. മാലേ കമന്ന് കിടക്കണം കേട്ടോ. എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹംസാസ്യ മുദ്രയാണ് ആദ്യം പിടിക്കുന്നത്. 1 2 3 എന്ന് പറയുമ്പോൾ മുഖം ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ 3 4. മുഖം അറിയാതെ വരുന്നു അല്ലേ? ചെയ്ത് പരിശീലിച്ചിട്ട്. പ്രസന്ന മുഖപങ്കജ എവിടെ? പ്രസന്ന ആകുന്നില്ല. ഇത് കരിഞ്ഞ മുഖപങ്കജയാണ്. പ്രസന്ന മുഖപങ്കജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്താമര പോലെ, വിടർന്ന ചെന്താമര പോലെ സുന്ദരമായി ചിരിച്ചു നിൽക്കണം. ഓക്കെ. അപ്പോൾ 1 2 3 4. വീണ്ടും 1 2 3 4. നമ്മൾ 2 വട്ടം കുതിച്ചു, നാട്യാരംഭ നിലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നോട്ടം വലത് കൈയിലേക്കാണ്. ഇടതുകാല് നീട്ടി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ വലത് കൈയിലേക്കാണ് നോക്കുക. ഒന്ന് ഇടതുകാല് നീട്ടി വെച്ചേ. ഓക്കെ. അപ്പോൾ അതിന് ബെൻഡ് നമ്മൾ കൊടുക്കുന്നത് കാണാറുണ്ട്. ബെൻഡ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടി ഈ നാട്യാരംഭസ്ഥാനം മാറി പോവാതെ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി ഇത് അർദ്ധചന്ദ്രക്കല. അർദ്ധചന്ദ്രൻ്റെ ആകൃതിയിൽ. അർദ്ധചന്ദ്രക്കലയല്ല, അതായത് ചന്ദ്രക്കല ആകൃതി അല്ലേ? ഇവിടുന്ന് പൂർണ്ണമായും ചുറ്റി ശരിക്കും പറഞ്ഞ അർദ്ധവൃത്താകൃതിയിൽ കൊണ്ടുവന്ന് ഈ ഹംസാസ്യത്തിന് മുകളിൽ അളവത്മമാക്കി ഭംഗിയുള്ള നിലയിൽ ചേർക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ്? കാണിക്കൂ. 1 2 3 4. 1 2 3 4. അപ്പോൾ കൈ എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ വിരലുകളാക്കി തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പൂവ്, നമ്മുടെ പാലപ്പൂവൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് വീഴുന്ന
മനോഹാരിത അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ? 1 2 3 4 1 2 3 4 1 2 3 4. അപ്പോൾ ബോഡി വല്ലാതെ ഇങ്ങോട്ട് തിരിയാതെ നോക്കണം. പരമാവധി മുന്നോട്ട് തന്നെ, അതായത് അതെ, ഇവിടെ നിന്ന് വരുന്ന സമയത്ത് 1 2 3 4 എന്ന് പറഞ്ഞ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെടും. നേരെ നിന്ന് കഴിഞ്ഞാൽ ആ മനോഹാരിത ഉണ്ടാവും. പിന്നെ കാലിങ്ങനെ കയറ്റി വെച്ചിട്ടില്ലേ, നമ്മൾ കയറ്റി വെച്ചേ, എന്നിട്ട് കൈ കൂടി വെച്ചേ. ഈ സമയത്ത് അഴകിന് വേണ്ടി നമുക്ക് ഒരു ഭംഗം കൊടുക്കാം. അങ്ങനെ ആ ത്രിഭംഗം കൂടി അതിൽ ചേരുമ്പോൾ അതിന് സൗന്ദര്യം കൂടുകയാണ് ചെയ്യുന്നത്. കാണിക്കൂ, സുന്ദരിയായ അർച്ചക്കുട്ടി കാണിക്കൂ. അങ്ങനെ നമ്മൾ ഭംഗങ്ങൾ ചേർക്കുമ്പോൾ നമ്മളുടെ സൗന്ദര്യം അതീവ സുന്ദരമാണ്. ഇപ്പോൾ സുന്ദരിയാണ്, മറ്റേത് അതിസുന്ദരിയാകും. നിങ്ങൾക്ക് അതിസുന്ദരിയാകണ്ടേ? അതിസുന്ദരിയാവാൻ ഭംഗം കാണിക്കൂ. അവളുടെ മൂട്ടിൽ പോയി കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ല. അങ്ങോട്ട് നീങ്ങുന്നത് കാണിക്കേ. ഓക്കെ. 3 4 ഭംഗം വന്നിട്ടില്ല. ഭംഗമില്ലാതെ കാണിക്കൂ. ഇതാണ് നിവർന്ന നില. ഇത് ഭംഗത്തോടു കൂടി വരുമ്പോൾ ഇത് നിവർന്ന നില. ത്രിഭംഗി അതിലേക്ക് വരുമ്പോൾ ഇങ്ങനെ. നമ്മുടെ ശില്പങ്ങളിലൊക്കെ കാണാം, നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ഭംഗങ്ങൾ കൂടി ചേരുമ്പോഴാണ് അടവിന് അഴക് വർദ്ധിക്കുന്നത്. അപ്പോൾ ഭംഗങ്ങൾ ചേർക്കാനായിട്ട് മടിക്കണ്ട കേട്ടോ. ഭംഗമില്ലാതെയും ചെയ്യാം. താം ദിഹി ദിഹി തെയ്, ഇതിന് ഭംഗമില്ല. അത് ഏത് ചെയ്യണം എന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളെങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇടത് കാല് നീട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ നോട്ടം വലത് ഭാഗത്തേക്കാണ്. അവിടെ നിന്ന് ചുറ്റിയിട്ടാണ് കൈ കൊണ്ടുവരേണ്ടത്. വലത് കാല് നീട്ടി വയ്ക്കുമ്പോൾ നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? ഇടത് ഭാഗത്തേക്കാണ്. അവിടെയാണ് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞത്. ഇത് പലരും തെറ്റായി പ്രയോഗിച്ച് കാണുന്നുണ്ട്. താം ദിഹി ദിഹി തെയ്. അപ്പോൾ ഇവിടുത്തെ നോട്ടം നമുക്ക് മിസ്സാവും. തെറ്റായി എന്ന് പറഞ്ഞത് ക്ഷമിക്കുക, അത് അറിയാതെ വന്നു പോയതാണ്. ഇങ്ങനെ കൈയിൻ്റെ ഒപ്പം യഥാഹസ്ത സ്തതോ ദൃഷ്ടി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കൈയിൻ്റെ ഒപ്പം സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് അഴക് ഏറുന്നത്. അല്ലെങ്കിൽ യഥാഹസ്ത കണ്ടോടത്ത് ദൃഷ്ടിയോ അങ്ങനെ സംശയമുണ്ട്, ചോദിച്ചോളൂ. സാധാരണ കണ്ടിട്ടുള്ളത് സൂചിപാദമാണ്. ഇങ്ങനെ വെച്ച് കണ്ടിട്ടില്ല. ഇതിന് സമപാദത്തിനായിട്ട് അഴക് സൂചിപാദമല്ലേ, അതിനൊരു ഒതുക്കം വരുന്നുണ്ട്. വർഷക്കുട്ടിയുടെ സംശയമാണ് സൂചിപാദമാണോ അതോ സമപാദമാണോ എന്ന്. സൂചിപാദം നമുക്ക് സൂചിപാദം പ്രയോഗിച്ചാൽ മതി. അപ്പോൾ കൈയല്ല, അത് കാലാണല്ലേ. കാല്, കൈ, ശിരസ്, കണ്ണ് അതിൻ്റെ ഒപ്പം ഇതിൽ ചെറിയൊരു കാര്യം കൂടി വരുന്നുണ്ട്. എന്ത്? അരക്കെട്ട്, കടി വരുന്നുണ്ട്, ഭംഗം വരുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാം ചേർത്ത് സുന്ദരമായി ഈ അടവ് എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് ഈ സുന്ദരിമാർ നിങ്ങളെ കാണിച്ചു തരും. ഇതിലാരാണ് കൂടുതൽ സുന്ദരി എന്ന് പറയാമോ? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഈ 3 പേര്, ഇത് ആർച്ചക്കുട്ടി, ഇത് വർഷക്കുട്ടി, ഇത് ദേവികക്കുട്ടി. ഈ 3 കുട്ടികളിൽ ആരാണ് സുന്ദരി? അത് നിങ്ങൾ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം. അടിയാവോ? ഇല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവർ തല്ലുകൂടില്ല. കാരണം ഇവർ എന്താ പറയുക, 3 ശരീരവും ഒരു മനസ്സുമുള്ള അത്രയും ചങ്ങാതിമാരാണ്. നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. പിന്നെ ആരുടെ നൃത്തമാണ് കൂടുതൽ ഭംഗി വരുന്നതെന്ന് അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ആ വാശിക്ക് ഇവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഇവരുടെ നൃത്തം കൂടുതൽ മികവാർന്നതാക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, നമുക്കെല്ലാതും കൂടി ഒരുമിച്ച് കണ്ടു നോക്കാം.
തക്ക ദിക്കി ജൊണ്ണു തക്കത്ത തിക്കിട്ടത്തും താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്തക് തെയ്. നാട്യാരംഭം പോരുത്. താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്തക് തെയ് താം ദിഹി ദിഹി തെയ്. നാട്യാരംഭം മിസ്സാവുണ്ട് ദേവിക. തത്തൈ ഹിത്ത തെയ്. ആ താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്ത തെയ്. രണ്ടാം കാലം. താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്തക് തെയ് താം ദിഹി ദിഹി. സൗഷ്ഠവം. തക്ക ദിക്കി ജണ്ണു തക്ക തദ്ദിക്കിട്ട തക്ക താ. അതേ കൂട്ടുകാരെ, ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അടവും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം മൂന്നാമത്തെ അടവ് കൂടി നമുക്ക് പഠിക്കാം. മൂന്നാമത്തെ അടവ് വളരെ എളുപ്പമുള്ള അടവാണ്. നമ്മൾ ഒന്നാമത്തെ അടവ് ചെയ്തില്ലേ? ഒന്നാമത്തെ അടവിൻ്റെ ആദ്യ ഭാഗം എങ്ങനെയായിരുന്നു കാല്? അല്ല, ഒന്നാമത്തെ അല്ല, ഈ രണ്ടാമത്തെ അടവിൻ്റെ, ക്ഷമിക്കണം, രണ്ടാമത്തെ അടവിൻ്റെ ആദ്യ ഭാഗം എങ്ങനെയാ? താം ദിഹി ദിഹി. ഇത് തന്നെയാണ് മൂന്നാമത്തെ അടവിൻ്റെയും ആദ്യ ഭാഗം. എന്നിട്ട് ആദ്യം വലതുകാല് തട്ടിയിട്ട് ഇടതുകാല് പൊക്കാം. ഇടതുകാല് പൊക്കുമ്പോൾ ഇങ്ങനെ നിർത്താനായിട്ട് പറ്റണം. അത് ഇവിടെ സൂചിപാദം കാണിക്കാറുണ്ട്. ഇതിപ്പോൾ സമപാദമാണ്. ഇത് സൂചിയാക്കിയിട്ടും പ്രയോഗിക്കാറുണ്ട്, സമപാദമായിട്ടും പ്രയോഗിക്കാറുണ്ട്. നോക്കാം, കാണിക്കൂ. തക്ക ദിക്കി ജൊണ്ണു തക്കത്ത ദിക്കിട്ടതും താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്ത തെയ് താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്ത തെയ്. കുറച്ചുകൂടി സൗഷ്ഠവം വേണം എൻ്റെ മോള്. ഇവിടെയാണ് നിൻ്റെ നില. നീ നേരത്തെ നിൽക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സൗഷ്ഠവം ഇല്ലാത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ചെയ്യൂ. തക്ക തക്ക ദിക്കി ജൊണ്ണ തക്കത്ത ദിക്കിട്ടതും താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്ത തെയ്. എന്നെ ചവിട്ടല്ലേട്ടാ. താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്ത തെയ്. ഇതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ കൈയും. താം ദിഹി ദിഹി തെയ്. ഈ കൈ മുകളിലേക്ക്, ഈ കൈ വശത്തേക്ക്. തത്തൈ ഹിത്ത തെയ് താം ദിഹി ദിഹി തെയ് തത്തൈ ഹിത്ത തെയ്. നമ്മൾ രണ്ട് കുതിക്കില. അതായത് കുതിക്കുക എന്ന് പറയുന്നത് കുഞ്ചിതപാദത്തിൽ കുതിച്ച് ചാടുമ്പോൾ നേരെ നോക്കുന്നു. കൈനെ വശത്തേക്ക് വിടുമ്പോൾ വശങ്ങളിലേക്ക് നോക്കുന്നു. ഇതിങ്ങനെ ഫ്രണ്ടിൽ വരാതെ നേരെ ശിരസ്സിന് മുകളിൽ വരാൻ നോക്കണം. അപ്പോഴാണ് ഈ സൗഷ്ഠവം എന്ന നില ഭംഗിയായിട്ട് കാണാം. എവിടേക്കാണ് നോക്കുക? ആ വശത്തേക്ക്. കയ്യിലേക്ക് നോക്കരുത് കേട്ടോ. കയ്യിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ഡൗൺ ആയി പോയ പോലെ തോന്നും. കൈ പോകുന്ന വശത്തിലേക്ക് നോക്കുക. യഥാഹസ്ത തതോ ദൃഷ്ടി. എവിടേക്ക് കണ്ണ് പോകുന്നു അവിടേക്ക്. കയ്യുമേലേക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആ ദിശയിലേക്ക് കണ്ണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ താം ദിഹി ദിഹി തെയ് തത്തേ ഹിത്ത തെയ്. നമുക്ക് നോക്കാം. കൈ, കാല്, ശിരസ്, കണ്ണ്. ഓക്കെ. തക്ക ദിക്കി ജൊണ്ണു തക്കത്ത ദിക്കിട്ടതും താം ദിഹി ദിഹി തെയ്. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ കൈ വെച്ച് കാല് ഇങ്ങനെ പിടിച്ചാർച്ച അവിടെ നിന്നോളൂ കേട്ടോ. നല്ല. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഒരു ദീർഘചതുരാകൃതി നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ ദീർഘചതുരാകൃതി വന്നു കഴിഞ്ഞാൽ കൂടുതൽ അഴകുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ കൈയും കാലും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത പോലെ തോന്നും. ഈ കൈയിൻ്റെ അതേ പാരലലായിട്ട്, അതായത് റെയിൽവേൻ്റെ ട്രാക്ക് പോകുന്നത് പോലെ ഈ കൈ അതിന് പാരലലായിട്ട് ഈ കാല് പൊക്കി വന്നു കഴിഞ്ഞാൽ കൂടുതൽ അഴകുണ്ടായിരിക്കും. ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ നിന്ന് കലാപീഠത്തിൽ നിന്ന് പോയില്ലോ.
ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. തക ദിക്കി ജൊന്ന തക തദിക്കട്ടതും താം ദേഹി ദേഹി തേ തത്തേ ഹിത്ത തേ 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 തത്താം താം ദേഹി ദേഹി തേ തത്തേ ഹിത്ത തേ താം ദേഹി ദേഹി തേ തക്ക ദിക്കി ജൊന്നു തക തതി കിട്ടത്തും. അപ്പോൾ കുട്ടികളൊക്കെ രണ്ടടവും വൃത്തിയായിട്ട് ചെയ്തു. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് വെച്ചാൽ വീണ്ടും പറയാണ്, കമൻ്റായി രേഖപ്പെടുത്തുക. പങ്കുവയ്ക്കാവുന്നിടത്തൊക്കെ നമ്മുടെ വീഡിയോ പങ്കുവയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. നമുക്കെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെച്ചാൽ പറഞ്ഞു തരിക. നമുക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ കൂടുതൽ നന്നാക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. ദേവിക കുട്ടിയോടും വർഷക്കുട്ടിയോടും നിങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നോളൂ. വർഷക്കുട്ടിയോടും ആർച്ചക്കുട്ടിയോടും ഒപ്പം നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ.